സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ തിരുവനന്തപുരം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ സിപിഎം ഉടൻ പുറത്താക്കും. മധുവിനെ പുറത്താക്കണമെന്ന നിലപാട് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ബിജെപിയിലേക്ക് പോകുമെന്ന സൂചന നൽകിയ മധു മുല്ലശ്ശേരി സിപിഎമ്മുമായി ഇനി ഒരു ബന്ധവുമില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചും വെട്ടിലാക്കിയുമാണ് ഇന്നലെ മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയത്. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ മധു ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. മംഗലപുരം സമ്മേളനം കഴിഞ്ഞ് അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു പിന്നീട് ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ട് ഒരു ചർച്ച അക്കാര്യത്തിൽ വരും. മധുവിന്റെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ലീഡർഷിപ്പ് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ മധുവിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. ബിജെപിയുമായി നേരത്തെ ധാരണയെത്തിയ ശേഷമുള്ള നാടകമെന്നും അഭിപ്രായമുയർന്നു. മധു പോയത് പാർട്ടിക്ക് ക്ഷീണമെന്ന് സംബന്ധിച്ച കടകംപള്ളി സുരേന്ദ്രൻ മധുവിനൊപ്പം അയാളുടെ മകൻ പോലും പാർട്ടി വിടില്ലെന്നും വെല്ലുവിളിച്ചു. ഈ സമ്മേളനത്തിൽ പരാജയപ്പെട്ട ഒരു സ്നേഹിതന്റെ ആത്മവിലാപം എന്ന് വേണമെങ്കിൽ അതിനെ പറഞ്ഞ് നമുക്ക് അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യം മാത്രമാണ്. ഏറ്റവും കൂടുതൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലിക്കുന്നത് ആരെയാണെന്ന് നോക്കിയിട്ട് അവരെ സെക്രട്ടറിയായിട്ട് നിശ്ചയിക്കുക എന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ നമ്മൾ കാണിച്ചത്. അത് ഉൾക്കൊള്ളാൻ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ വിവേകമോ സംഘടനാപരമായിട്ടുള്ള ശക്തിയോ ഇല്ലാതെ പോയ ഒരാളായിപ്പോയി ഈ മധു എന്ന് പറയുന്നത്. ഏതിൽ പോകുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. ആർക്കും ഏതിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെ, ഞങ്ങൾക്ക് ലേശം ക്ഷീണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന ആരോപണം നിഷേധിക്കാത്ത മധു മുല്ലശ്ശേരി ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ആവർത്തിച്ചു. ജില്ലാ സെക്രട്ടറിയായി വി ജോയി വന്നതിന് ശേഷം ഈ ഒരു വർഷക്കാലത്തിനിടയിൽ എനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വലുതാണ്. മംഗലപുരത്തൊരു പാർട്ടി ഏരിയ കമ്മിറ്റി ഇപ്പം ഇല്ല. ആ കമ്മിറ്റിയെ വിഭാഗീയ പ്രവർത്തനം നടത്തി സ്വന്തം താല്പര്യത്തിന് വേണ്ടി നുണക്കാരുടെ കൂട്ടുപിടിച്ച് ആ ഏരിയ കമ്മിറ്റിയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് ജോയി നടത്തുന്നത്. സിപിഎം പാർട്ടി ഏരിയ കമ്മിറ്റി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും വിരുദ്ധമായാണ് ജോയി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ പറയുന്ന നേതാക്കൾ ആരെങ്കിലും മക്കള് ഉണ്ടോ ഇന്ന് പാർട്ടി പ്രവർത്തനം നടത്താനായിട്ട്? സ്വന്തം താല്പര്യത്തിന് വേണ്ടി എല്ലാ മക്കളും ഒന്ന് വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയിലായിരിക്കും. എൻ്റെ മോൻ ഡിവൈഎഫിയുടെ മേഖലാ സെക്രട്ടറിയാണ്, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ആ സഖാവ് എന്നോടൊപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ആക്ഷേപഹാസ്യമാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട് സ്വന്തം മകൻ പോലും കാണൂല എന്നുള്ളത്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ബിജെപിക്കാരുമായിട്ട് ബന്ധമുണ്ട്, കോൺഗ്രസ്സുകാരുമായിട്ട് ബന്ധമുണ്ട്, പല വ്യക്തികളും എന്നെ കാണുന്നുണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ആരുമായിട്ടൊരു ബന്ധം എനിക്കില്ല. ഞാൻ അതിൻ്റെ 42 വർഷമായി പ്രവർത്തന രംഗത്ത് വന്നത്. സിപിഎമ്മിൽ സമ്മേളനകാലത്ത് സംഘടനാ നടപടി സാധാരണമല്ല. അതിനാലാണ് മധുവിനെ പുറത്താക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി കാക്കുന്നത്. പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കിയ മധു പുറത്താക്കും മുമ്പേ പുതിയ ലാവണങ്ങൾ തേടുകയാണ്. ബിജെപിക്ക് പുറമെ കോൺഗ്രസ് നേതാക്കളുമായും മധു ചർച്ച നടത്തുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മധു മുല്ലശ്ശേരിയെ ഒപ്പം ചേർക്കാൻ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം നീക്കം സജീവമാക്കിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മധു മുല്ലശ്ശേരിയുമായി ആദ്യഘട്ട ചർച്ചയും നടത്തി. അല്പം കൂടി കാത്തിരിക്കണമെന്നും തീരുമാനം അറിയിക്കാമെന്നുമാണ് മധു കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്.